വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ വരുന്ന സോഫ്റ്റ് ഡിസൈനിലുള്ള സാരിയാണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഓഫ് വൈറ്റിൽ ഫാബ്രിക് പറയുകയാണെങ്കിൽ സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ ഡ്രേപ്പ് ചെയ്യുമ്പോൾ കാണാമല്ലോ, നല്ലൊരു പൗഡർ ബ്ലൂ, ഒരു സീ ഗ്രീൻ, ആ ഒരു കോമ്പിനേഷനിൽ സോഫ്റ്റ് കളേഴ്സിലാണ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ബോഡിയിൽ. അത് കൂടാതെ ഓഫ് വൈറ്റിൽ തന്നെയായിരിക്കും ഒരു ത്രെഡ് വർക്കിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്, അതുകൊണ്ട് തന്നെ ഒരു സെമി ട്രാൻസ്പെറൻസി ആയിരിക്കും സാരി വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നല്ലത് നമുക്കൊരു എലഗൻ്റായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ. ചേർച്ച് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. ഈ ഒരു പാറ്റേണിലാണ് ഓഫ് വൈറ്റിൽ ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിലാണ് ഡബിൾ സൈഡ് ബോർഡർ വരുന്നത്. നല്ലൊരു തിക്കായിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി, ഈ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിലുള്ള വർക്ക് വരുന്നത്. സാരിയിൽ ബോർഡർ പ്രിന്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇനി ഈ ഒരു ഡിസൈനിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ്, വളരെ സ്ലൈറ്റ് വേരിയേഷൻസേ ഉള്ളൂ കേട്ടോ ഓരോ കളേഴ്സ് തമ്മിൽ. അടുത്ത സാരീസ് ഞാൻ വരുമ്പോൾ കാണിക്കാം. ഇത് വരുന്നത് ഈ ഒരു ടോണാണ്, സീ ഗ്രീൻ, പൗഡർ ബ്ലൂ, ഒരു ഗ്രേ ടോണിലാണ് ഈ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അതിൽ അബ്സ്ട്രാക്ട് പ്രിന്റ് വരുന്നുണ്ട് ബോഡിയിൽ വിത്ത് ബോർഡർ. മുന്താണിയെല്ലാം സെയിം അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ അതേ ആ ഒരു വർക്ക് തന്നെ വന്നിട്ട് ബോർഡറിലുള്ള ആ ഒരു ത്രെഡ് വർക്ക് സാരിയുടെ പല്ലുവിൽ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. വൈറ്റിൽ വൈറ്റ് തന്നെ ആയിരിക്കും, ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ ഫാബ്രിക് വരുമ്പോൾ സെമി ചന്തേരിയാണ്. സാരിയുടെ ഫാബ്രിക് വരുന്നത് സൂപ്പർ നെറ്റ് കോട്ടൺ. സാരി ഓവറോൾ ലുക്ക് എല്ലാ സാരീസും ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ആ ഒരു സെയിം ലുക്ക് തന്നെയാണ് വരുന്നത്. വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ആണ് ആ ഒരു കളർ പാലറ്റിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിവിജ്വലി ഓരോ വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇത് സെക്കൻഡ് കളർ പാലറ്റാണ് വരുന്നത്. സോഫ്റ്റ് കളറിൽ തന്നെയാണ്, എക്സാക്ട് ഒരു കളർ പറയാനില്ല. വളരെ ലൈറ്റ് കളർ കോമ്പിനേഷനിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഇത് സെക്കൻഡ് കളർ, സെയിം അതേ ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ആ ഒരു വൈറ്റിൽ വൈറ്റ് തന്നെ ത്രെഡ് വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. അപ്പർ ലോവർ, മുന്താണിയിൽ വരുമ്പോൾ കുറച്ചുകൂടി ബ്രോഡായിട്ടായിരിക്കും ആ ഒരു ബോർഡർ ത്രെഡ് വർക്ക് വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നതും ഒരു ഡിഫറെന്റ് ലുക്കിൽ തന്നെയാണ്. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ. ആ ഒരു ഓഫ് വൈറ്റ് തന്നെയുള്ള സൂപ്പർ നെറ്റ് കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു കളേഴ്സിലായിരിക്കും ആ ഒരു മുന്താണി വരുന്നത്. ബോർഡർ വരുന്നത് സെയിം തന്നെ, വൈറ്റ് ത്രെഡിൽ തന്നെ ആയിരിക്കും. രണ്ട് സൈഡും അപ്പർ ലോവറും ഇതേ പാറ്റേണിൽ തന്നെ ബോർഡർ വരുന്നുണ്ട്. പല്ല് വരുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. നെക്സ്റ്റ് കളർ വൈറ്റും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീനും വൈറ്റും ആണ് സാരിയിലെ കോമ്പിനേഷൻ. ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു വൈറ്റ് തന്നെയായിരിക്കും. ത്രെഡ് എംബ്രോയിഡറിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. വുവൺ സ്റ്റൈലുള്ള ബോർഡർ. മുന്താണി ഗ്രീനിലാണ് സാരിയുടെ പല്ലു. ബ്ലൗസ് വരുന്നതും അതേ സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് സൂപ്പർ നെറ്റ് കോട്ടയായിരുന്നു സാരിയുടെ ഫാബ്രിക്. എല്ലാ സാരീസിലും അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസിലായിരുന്നു ആ കളർ പാലറ്റ് വന്നത്. ബോഡി കളർ എല്ലാം സെയിം തന്നെ. ബോർഡർ വരുന്നത് നല്ല പാറ്റേണിൽ, ആ ഒരു വൈറ്റ് ത്രെഡിൽ തന്നെയുള്ള നല്ല റിച്ച് പാറ്റേണിലായിരിക്കും സാരിയുടെ ബോർഡർ മുന്താണിയും വരുന്നത്. ഈ ഒരു എംബോസ്ഡ് പാറ്റേണിൽ സാരിയുടെ ബോർഡറിൽ ഒരു ത്രെഡ് വുവൺ സ്റ്റൈൽ വന്നിട്ട് ഇതിൽ വരുമ്പോൾ ലാവൻഡർ ആണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷൻ. പൗഡർ ബ്ലൂ, ലാവൻഡർ, ഗ്രേ, ആ ഒരു മൾട്ടി കളറിലായിരിക്കും ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ആ ഒരു എംബ്രോയിഡറി വർക്കിലാണ്. വൈറ്റിൽ വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും റണ്ണിങ് ബ്ലൗസ്.